മനസ്സിലാക്ക്. എനിക്ക് കല്യാണം വേണ്ട. നിനക്ക് എന്തിനു വട്ടുണ്ടാ? കല്യാണത്തിന് 3 ആഴ്ചയേ ഉള്ളൂ. ഇതൊക്കെ ഇത്രയും കൊണ്ട് എത്തിക്കാൻ ഞാൻ ഇത്ര പാടുപെട്ട് നിനക്ക് അറിയാമോ? എടി, കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് നീ സുനിൽ ഞങ്ങളുടെ പിറകെ നടന്നിട്ടല്ലേ ഞങ്ങൾ ഈ കല്യാണത്തിന് എന്നെ സമ്മതിച്ചത്. ഇപ്പൊ നിനക്ക് അവനെയും വേണ്ടേ? സുനിലിന്റെ കൂടെ ജീവിച്ച് ഞാൻ ഒട്ടും ഹാപ്പി ആയിരിക്കത്തില്ല. എന്റെ സന്തോഷത്തിനേക്കാളും വലുതൊന്നും അല്ലല്ലോ നിങ്ങൾക്ക് ഈ കല്യാണം. നിനക്ക് അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. നിന്റെ ഇഷ്ടത്തിന് കല്യാണം നടത്താൻ വേണ്ടി അച്ഛൻ നാട് മുഴുക്ക കടം വാങ്ങിച്ചിട്ടിരിക്കണ്. സുനിൽ മോനെ പറ്റി ഞങ്ങൾക്കറിയാം. നീ കാരണം അവന്റെ ജീവിതം തൊലയാതെ ഇരുന്നാ മതി. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ കല്യാണം വേണ്ട. അയ്യോ, അച്ഛാ, അച്ഛാ, അച്ഛാ. ഹലോ, എന്താ ഈ നേരത്ത്? നീ എനിക്ക് വാട്സാപ്പിൽ അയച്ച മെസ്സേജ് ഡിലീറ്റ് ആക്കിയേ? ഞാനൊരു മെസ്സേജ് അയച്ചില്ലല്ലോ. ഓ, അപ്പൊ നീ വേറെ ആർക്കെങ്കിലും അയച്ച മെസ്സേജ് എനിക്ക് മാറി വന്നായിരിക്കും അല്ലേ? അല്ലേ? സുനിലിപ്പോ എന്താ ഈ പാതിരാത്രിക്ക് ഞാൻ ആർക്ക് മെസ്സേജ് അയക്കാനാണ്? അതാണ് എനിക്കും അറിയേണ്ടത്. മതി, ഞാൻ ആർക്കും മെസ്സേജ് അയച്ചിട്ടില്ല. നിനക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കിലേ നിന്നെ വല്ല മാനസിക ആശുപത്രിയിലും കാണിക്കേണ്ട സമയമായി. സുനിൽ എന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ. രാത്രി ഓരോന്നും പറഞ്ഞു വിളിച്ചോളൂ. എടി, നീ ഇന്ന് തന്നെ ഈ നോവൽ ഫിനിഷ് എഡിറ്ററിന് കൊടുക്കാന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് പകുതി പോലും ആയില്ലേ? നെക്സ്റ്റ് വീക്ക് മാഗസിനിൽ പബ്ലിഷ് ചെയ്യാൻ ഉള്ളതാണ്. പുള്ളിക്കാരൻ കുറച്ചു മുമ്പേ കൂടെ എന്നെ വിളിച്ചതേ ഉള്ളൂ. എടി, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല. പുള്ളിയോട് എന്ത് പറയുമെന്ന് അറിയാത്തോണ്ട് ഞാൻ ഫോൺ പോലും എടുക്കാത്ത. ഞാൻ അല്ലെങ്കിലും കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുക. നിനക്ക് എന്തോ പറ്റി? കല്യാണം എടുത്തതിന്റെ ടെൻഷനാണോ? ഞാൻ കല്യാണം വേണോന്ന് തന്നെ ആലോചിക്കുക. ആ, എന്ത് പറ്റി? എടി, ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ എങ്ങനെയായിരുന്നു നിനക്കറിയോ? ഒരു 2 മിനിറ്റ് ലേറ്റായിട്ട് വന്നതിനാണ് ആ പരട്ട മാനേജർ എൻ്റെ ഹാഫ് ഡേ സാലറി കട്ടാക്കിയത്. ഓരോ മണിക്കൂറും അങ്ങേർക്ക് വർക്കിന്റെ പ്രോഗ്രസ് അറിയണം. നന്നായിട്ട് ചെയ്താലോ ഒരു നല്ല വാക്ക് പറയൂല. എനിക്ക് വയ്യ അങ്ങനെ ഡാട്ടും തുപ്പം കേട്ട് ജോലി ചെയ്യാൻ. പിന്നെ നീ അങ്ങ് റിസൈൻ ചെയ്യേ. ആഹാ, അപ്പൊ ഞാൻ വായി പക്ഷി ജീവിക്കൂ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുമ്പോഴല്ലേ നമുക്ക് സന്തോഷം കിട്ടും. ഇപ്പൊ തന്നെ ഒരു ഇന്റർനാഷണൽ റൈറ്റർ ആവേണ്ട നീ അവിടെ പോയി ചെന്നിരുന്ന് വീടിന്റെ പ്ലാനും വരച്ചോണ്ടിരുന്ന സന്തോഷം കിട്ടുമോ? മോട്ടിവേഷനൊക്കെ കൊള്ളാം. ഞാൻ നോവൽ എഴുതി ആരെങ്കിലും വാങ്ങിക്കോ, അല്ലെങ്കിൽ നീ വന്ന് പബ്ലിഷ് ചെയ്യോ? ഇത് കണ്ട, ഇതാണ് അക്ഷരത്താളുകൾ എന്ന ആപ്പ്. നിന്റെ കഥകളൊക്കെ നമുക്ക് ഇതിൽ പബ്ലിഷ് ചെയ്യാം. ഇപ്പൊ തന്നെ 1 ലക്ഷത്തിന് മേലെ മലയാളികളാണ് കഥകൾ എഴുതാനും വായിക്കാനും ഒക്കെ ഈ ആപ്പ് യൂസ് ചെയ്യുന്നത്. ചുമ്മാതൊന്നുമല്ല, വീട്ടിൽ ഇരുന്ന് തന്നെ കഥകൾ എഴുതി മാസം 10,000 രൂപയ്ക്ക് മേലെ സമ്പാദിക്കുകയും ചെയ്യും. ശരിക്കും? ആ, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെ പല പല ലാംഗ്വേജസിലായിട്ട് നല്ല കിടിലൻ സ്റ്റോറീസ് ഉണ്ട്. പിന്നെ ഈ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുപ്പിൽ ആഡുകളുണ്ടല്ലോ, ആ ശല്യവും ഇല്ല. പിന്നെ നിന്നെപ്പോലുള്ള റൈറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിടയ്ക്കിടയ്ക്ക് കോമ്പറ്റീഷൻ നടത്തും. സംഭവം അടിപൊളി. പക്ഷെ ഞാൻ എഴുതുന്ന കഥകളും ആരെങ്കിലും കോപ്പി അടിച്ചാലോ? ആ പേടിയേ വേണ്ട. നിന്റെ സ്റ്റോറീസ് ഈ ആപ്പിൽ 100% സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ധൈര്യമായിട്ട് പബ്ലിഷ് ചെയ്യാം. മാത്രമല്ല അവർക്ക് ആപ്പും വെബ്സൈറ്റും ഒക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എങ്ങനെ, നാളെ തന്നെ റെസിഗ്നേഷൻ കൊടുക്കുകയല്ലേ? ഹലോ സുനിലേ. നീ താഴോട്ടോ. ആരാ സുനിലേ ഇത്? ഇവനാണ് കഴിഞ്ഞ 6 മാസമായിട്ട് 10-30 ഫേക്ക് അക്കൗണ്ട് വഴി നിനക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന മഹാൻ. സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് വഴിയാണ് അവൻ്റെ IP അഡ്രസ് ട്രാക്ക് ചെയ്ത് ഞാനിങ്ങ് പൊക്കിയേ. ഇവിടുന്ന് മുങ്ങിയവൻ ഇങ്ങ് തിരുനെൽവേലിയിലാണ് പൊങ്ങിയേ. ആരും ഓരോ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുമ്പോഴും പുതിയ പുതിയ ഐഡിയ ഉണ്ടാക്കൊണ്ടാവും വരും. നോക്കി നിൽക്കാം. അതെ, ആര്യ അന്നൊരിക്കൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടില്ലായിരുന്നാ? അതെന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത്. അങ്ങനെ ഞാൻ ആയിരിക്കും മെസ്സേജ് ഇട്ടത്. അപ്പം എന്നെ ബ്ലോക്ക് ചെയ്തില്ലേ? അങ്ങനെ ഞാൻ അടുത്ത അക്കൗണ്ട് ഉണ്ടാക്കി വീണ്ടും മെസ്സേജ് ഇട്ടു, അത് ബ്ലോക്ക് ചെയ്ത്. അങ്ങനെ ഞാൻ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇനി നീ ഓൺലൈൻ ആയോ ഓഫ്ലൈൻ ആയോ ആര്യയുടെ 7 അയലത്ത് വന്നു എന്ന് ഞാൻ അറിഞ്ഞ എന്റെ വിരല് ഞാൻ അരിഞ്ഞളെ. പിന്നെ കുത്താൻ ബാക്കിയൊന്നും കാണൂല. അയ്യോ ഇല്ല, ഇനി ഞാൻ ഫോൺ പോലും ഉപയോഗിക്കില്ല. സത്യമായിട്ടും ഞാൻ വേണമെങ്കിൽ കാര്യം വിളിക്കാം. നിന്നെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കാത്തത് ആര്യക്കെതിരെ ബുദ്ധിമുട്ടാവരുന്ന കരുതി മാത്രമാണ്. അപ്പം ഞാൻ ഇറങ്ങട്ടാ. ആര്യ, അമ്മ, അച്ഛാ, സോറി. നീ ധൈര്യമായിട്ടിരിക്കും. ഇനി അവൻ്റെ ശല്യം ഉണ്ടാവില്ല. ഞാൻ ഉണ്ട് കൂടെ. നീ വന്നേ.
കുറേ കാലമായിട്ട് ഈ പയ്യരുമായിട്ടുള്ള കല്യാണ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അവൾക്കൊരാവശ്യം വന്നപ്പോൾ അവനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല പയ്യനാ, നമുക്കൊന്ന് അതിന് നടത്തി കൊടുത്താലോ? അങ്ങനെ ഞങ്ങളുടെ കല്യാണത്തിന് വീട്ടുകാർ സമ്മതിച്ചു. കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് സുനിലിന് ബാംഗ്ലൂരേക്ക് പ്രൊമോഷൻ കിട്ടിയത്. പക്ഷെ ബാംഗ്ലൂർ പോയതിനു ശേഷം സുനിലിന്റെ ക്യാരക്ടർ തന്നെ മാറി തുടങ്ങി. ഹലോ ഹലോ സുനിലേ, എനിക്കൊരു കാര്യം പറയാണ്ട്. അറിഞ്ഞ നീ ഞെട്ടു. എന്തോടി? ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് മാഗസിനായ അൺടോൾഡ് സ്റ്റോറീസിൽ സീനിയർ എഡിറ്റർ ആയിട്ട് എനിക്ക് ജോലി കിട്ടി. ഇനി അവരുടെ വീക്ക്ലി കോളംസ് നോവൽസ് ഒക്കെ എഴുതുന്ന ഞാനായിരിക്കും. നീ ഇപ്പൊ വീണ്ടും ജോലി കയറാൻ തന്നെ തീരുമാനിച്ച? പിന്നല്ലാതെ, ഈ പ്രാവശ്യം എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡിലാണ് ജോലി കിട്ടിയത്. എല്ലാം നീ കാരണം. എടി, നീ ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ്. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. വീക്കിലി ഒരു കണ്ടന്റ് എടുക്കാനുള്ള ടൈം ലൈനും അതിന്റെ പ്രഷറും. എഴുതി തുടങ്ങുമ്പോൾ ചിലപ്പോൾ നീ എഴുത്ത് തന്നെ വെറുത്തു പോകാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഈ ജോലി വേണ്ട. ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടത്തില്ല. അത് ജോലിക്ക് കയറിയിട്ട് പറ്റില്ലെങ്കിൽ നോക്കിയാ പോരെ. ഞാൻ നിന്നോട് വേണ്ടെന്നല്ലേ പറഞ്ഞേ. നിനക്ക് ഏതാണ് നല്ലത് എനിക്കറിയാം. എടാ, എന്തായാലും ഞാൻ ജോയിൻ ചെയ്യാൻ പോവാ. ഓ, എന്നാ ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഹലോ ഹലോ ഇനി നമ്മുടെ എല്ലാവരും കൂടി ഒരു 10-500 പേര് കാണുമെന്ന് തോന്നുന്നു. ഇനി സുനിലിൻ്റെ വീട്ടിൽ നിന്നുള്ളതും കൂടെ അറിഞ്ഞിരുന്നെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാമായിരുന്നു കാര്യങ്ങൾ. മോളെ, 4-5 ദിവസമായിട്ട് സുനിലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവരുടെ ഭാഗത്ത് നിന്ന് എത്ര പേരുണ്ടെന്ന് ചോദിക്കണമായിരുന്നു. അച്ഛാ, അവിടെ ജോലിയുടെ തിരക്കായിരിക്കും. ഞാൻ 2 ദിവസമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ പറയാം. സ്വർണ്ണം എടുക്കാനുള്ള പൈസയൊക്കെ റെഡിയായോ? ഞാൻ അളിയൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇന്ന് പോയി വാങ്ങിക്കണം. സുനിൽ, പ്ലീസ് ഒന്ന് ഫോൺ എടുക്ക്. ഒരാഴ്ചയായിട്ട് ഞാൻ നിന്നെ വിളിക്കുക. ഇങ്ങനെ മിണ്ടാതിരിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഹലോ സുനിൽ, നിന്റെ പ്രശ്നം എന്താണ്? എന്താ പ്രശ്നം നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ എത്രയും അന്ന് പറഞ്ഞിട്ടും നീ ആ ജോലിക്ക് ജോയിൻ ചെയ്തു. നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ഓരോ തീരുമാനിക്കാമെങ്കിൽ നിന്നോട് നിന്റെ അച്ഛനോട് എപ്പോൾ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. സുനിൽ, അവസാനം ഈ പ്രഷറൊക്കെ കാരണം ഞാൻ ജോലി റിസൈൻ ചെയ്താലോ എന്നൊരു ആലോചിച്ചു. പക്ഷെ ഞാൻ ഇതിലൊരു തെറ്റും ചെയ്തില്ലല്ലോ. പിന്നെ ഓരോ ദിവസം ഞാൻ എവിടെ പോകുന്നു, ആരോടോട് സംസാരിക്കുന്നു, എപ്പോൾ തിരിച്ചു വരും എന്നെല്ലാം സുനിൽ അറിയണം. രാത്രി വർക്കിന് വേണ്ടി ഓൺലൈൻ ആയാൽ പോലും എന്തിനാന്ന് ചോദിക്കും. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വർക്കിൽ നേരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. എടി, ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ ആകുമ്പോഴേ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ചില ഇഷ്യൂസൊക്കെ വരും. പക്ഷെ നീ പറയുന്നത് കേട്ടിട്ടേ എനിക്ക് പുള്ളി ഇച്ചിരി ടോക്സിക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ നാളെ ചിലപ്പോൾ നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കുമ്പം ചിലപ്പോൾ എല്ലാം ഓക്കെ ആവുമായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേരും ആദ്യം ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് പോയി അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുത്താൽ മതി. കൗൺസിലിങ്ങിന് പോകാൻ എനിക്ക് വട്ടൊന്നുമില്ല. നീ വേണേ പൊയ്ക്കോ. സുനിൽ, നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ പറയുന്നേ. നല്ല ഭാവി. ഞാൻ ടോക്സിക് ആണെന്നും നിനക്ക് ഈ കല്യാണം വേണ്ടാന്ന് വെക്കണമെന്നൊക്കെ നീ രേവതി എടുത്ത് പറഞ്ഞല്ലേ? അവൾ ഇന്നലെ തന്നെ എന്നെ എല്ലാം വിളിച്ച് പറഞ്ഞു. കഷ്ടം. ഇങ്ങനെയുള്ളവളൊക്കെയാണല്ലോ നിന്റെ ഫ്രണ്ട്. നിനക്കിപ്പം നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഏതായാലും അങ്ങോട്ട് വരാം. അച്ഛാ, എന്താ പറ്റിയേ?
അവൾ വർക്ക് ചെയ്ത കമ്പനിയിൽ അവൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമാണ് അവർ ചോദിക്കുന്നത്. അത് കൊടുത്തില്ലെങ്കിൽ അവളുടെ കല്യാണം നടത്താൻ തന്നെ നമ്മൾ പാടുപെടുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും പൈസ ഞങ്ങൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? നിങ്ങളിങ്ങനെ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. മോനെ, അതുമാത്രമല്ല, ഈ പ്രശ്നം എങ്ങനെയാണ് ഉണ്ടായെന്ന് പോലും അവൾക്ക് ഒരു പിടിയുമില്ല. എപ്പോഴും ദേഷ്യമാണ്. ഇവിടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നിങ്ങളോട് മാത്രമല്ല, എന്നോടും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ആ കമ്പനിയിൽ ജോയിൻ ചെയ്തതിന് മുന്നേ ഞാൻ അവളോട് പറഞ്ഞതാ അവിടുത്തെ സ്ട്രെസ്സും നോക്കി ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ വന്ന് അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവൾക്ക് ഒരു ഓർമ്മയുമില്ല. എന്തായാലും അവളടുത്ത് സംസാരിച്ചു നോക്കാം. എടാ, സത്യമായിട്ട് ഞാനല്ല ആ ബുക്ക് ലീക്ക് ചെയ്തത്. അടുത്ത ആഴ്ച റിലീസ് ചെയ്യാനുള്ള ബുക്ക് പ്രൂഫ് റീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ മൊബൈലിൽ കോപ്പി ചെയ്തെന്നുള്ള ശരിയാ. അല്ലാതെ എനിക്കറിയില്ല. താൻ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കി. അന്ന് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചതിന് ശേഷം ഡിലീറ്റ് ആക്കിയത് ഓർമ്മയില്ലേ? ഇനി അതുപോലെ എങ്ങാനും അറിയാതെ, അതും അല്ലെങ്കിൽ തൻ്റെ ഫോണിൽ അത് കോപ്പി ചെയ്തതിന് ശേഷം തൻ്റെ ഫോൺ ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ കൊടുത്തോ? പിന്നെ എടി, നീ ആ ബുക്ക് പ്രൂഫ് റീഡ് ചെയ്തിട്ടേ എഡിറ്ററിന് സെൻഡ് ചെയ്തായിരുന്നോ? ഇല്ലടി, ഞാൻ ഫോണിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പോയി ചെയ്യാം. ആദ്യം ഇത് തീരട്ടെ, അല്ലെങ്കിൽ അത് മതി. എടി, കമ്പനി ഫയലൊന്നും അങ്ങനെ ഫോണിൽ കോപ്പി ചെയ്യാൻ പാടില്ല കേട്ടോ. ആരെല്ലാം അറിഞ്ഞാൽ വല്ല ഇഷ്യൂ ആവും. അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. എന്തേലും ആവട്ടെ. നീ നിന്റെ ഫോണും തരും, എനിക്കൊരു കോൾ ചെയ്യാനാ. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. എടോ, താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഞാൻ ആദ്യം വക്കീലിനൊന്ന് കണ്ടിട്ട് വരാം. വിളിക്കണ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എടുത്ത് സംസാരിക്കും. മര്യാദയ്ക്ക് വച്ചിട്ട് പോടി. അച്ഛനെ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. കല്യാണത്തിന് 2 ആഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ. നമുക്ക് ഒരു ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെൻറ്റ് നോക്കാം. അല്ല, നമ്മൾ കേസിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു 2-3 വർഷം അതിൻ്റെ പുറകെ ഓടേണ്ടി വരും. എന്നാൽ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. ഒരു തെറ്റും ചെയ്താൽ ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുക്കാമെന്ന് വെച്ചാൽ അത് വിട്ടേക്കച്ചാ. കാശിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഞാൻ നോക്കിക്കോളാം. എന്ത് ധൈര്യത്തിലാടി പിന്നെ നീ വീട്ടിലോട്ട് വന്ന് കയറിയത്? ഈ പാവത്തിനെ കൂടെ കൊണ്ടുവരുന്ന ചതിച്ചിട്ട് നിനക്ക് മതിയായില്ലല്ലേ? നിർത്തണോ? കെട്ടാൻ പോണ പെണ്ണിനെ തന്നെ കേസിലും പെടുത്തിയിട്ട് അവന്റെ കോപ്പിലൊരു ആക്ടിങ്. അച്ഛാ, ഇവൻ ഈ കാണുന്ന പോലെയൊന്നും അല്ല. ഇവൻ വൺ സൈക്കോ ആണ്. വിളിക്കണ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എടുത്ത് സംസാരിക്കും. മര്യാദയ്ക്ക് വച്ചിട്ട് പോടി. എടി, സത്യം പറ, നീ അല്ലേ ബുക്ക് ലീക്ക് ചെയ്തത്? ഞാനാ? നീ എന്തൊന്ന് പിച്ചും ബേക്കി പറയണേ? ഞാൻ ഇപ്പൊ വന്നത് ഈ കേസിലൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ്. എടി, ഞാൻ നമ്മുടെ IT വിങ്ങിൽ പറഞ്ഞ് ചെക്ക് ചെയ്തപ്പോഴേ ഈ ബുക്ക് അപ്ലോഡ് ചെയ്യണ ബാംഗ്ലൂർ നിന്നാണ്. ബാംഗ്ലൂരാ? ഇവിടെ നിന്ന് ആരും അയക്കാതെ അത് ലീക്ക് ആവില്ലല്ലോ. എടി, നീ അല്ലേ അന്ന് നിന്റെ ഫോണിൽ ആ ഫയലൊക്കെ കോപ്പി ചെയ്തത്? നീ ആ ഫോൺ ഇങ്ങ് തന്നെ. ഇതാ നോക്ക്, നിന്റെ ഫോണിൽ ആരോ സ്പൈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതായത് നീ ആർക്കൊക്കെ മെസ്സേജ് ചെയ്യണം, ആരോട് എന്തൊക്കെ സംസാരിക്കണം, എന്തിന്. ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കണ പോലും വേറൊരാൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മള് ഇടയ്ക്ക് സംസാരിച്ച കാര്യം നീ സുനിലോട് വല്ലതും പറഞ്ഞിരുന്നോ? അതിന് എനിക്ക് പുള്ളിയുടെ കോണ്ടാക്ട് വേണ്ടേ? പിന്നെ ഞാൻ എങ്ങനെ പറയാനാണ്? നെക്സ്റ്റ് വീക്ക് മാഗസിനിൽ പബ്ലിഷ് ചെയ്യാൻ ഉള്ളതാണ്. പുള്ളിക്കാരൻ കുറച്ചു മുമ്പേ കൂടെ എന്നെ വിളിച്ചതേ ഉള്ളൂ. എടി, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നണല്ലോ. പുള്ളിയോട് എന്ത് പറയുമെന്ന് അറിയാത്തോണ്ട് ഞാൻ ഫോൺ പോലും എടുക്കാത്ത. ഞാൻ അല്ലെങ്കിൽ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുക. നിനക്ക് എന്തോ പറ്റി?
പിന്നെ പിന്നെ ഓരോ ദിവസം ഞാൻ എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, എപ്പോൾ തിരിച്ചു വരും എന്നെല്ലാം സുനിൽ അറിയണം. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആകുമ്പോഴേ എടി കമ്പനി ഫയലൊന്നും അങ്ങനെ ഫോണിൽ കോപ്പി ചെയ്യാൻ പാടില്ല കേട്ടോ. ആരെല്ലാം അറിഞ്ഞാൽ വലിയ ഇഷ്യൂ ആവും. അതൊന്നും ആരും അറിയാമോ? നീ നിന്റെ ഫോൺ തരും, എനിക്കൊരു കോൾ ചെയ്യണം. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഹെടോ, തൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇയാൾക്ക് വേണ്ടത് ഒരു ഭാര്യയല്ല, ഇയാൾ പറഞ്ഞ അനുസരിച്ച് ഇയാളുടെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ടല്ലേ അവളെ ഫ്രണ്ട്ഷിപ്പ് കരിയർ എല്ലാം തകർക്കാൻ നോക്കിയത്. ആര്യ ആര്യ, നീ അവളെ പറഞ്ഞ വിശ്വസിക്കല്ലേ? ആ ആപ്പ് ഞാൻ നിന്റെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ. നിനക്കറിയാലോ ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്, ഇല്ലേ? ഞാൻ ബാംഗ്ലൂരിലുള്ളപ്പോ അന്നത്തെ പോലെ നിന്നെ അതിന് സ്റ്റോക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയാ ഞാൻ. ഓ, അപ്പൊ എനിക്ക് സ്വബോധം ഇല്ലെന്ന് എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ നോക്കിയതും എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. ആര്യ, നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. അപ്പൊ നിന്റെ ലോകത്ത് ഞാൻ മാത്രമേ പാടുള്ളൂ അല്ലേ? അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണോ? ആണോ? ഈ ജോലി സ്ട്രെസ് ഒന്നും നിനക്ക് വേണ്ട. നിനക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇറങ്ങളെ വീട്ടിൽ എൻ്റെ മോളെ ലൈവ് തെളിച്ചിട്ട് അവൻ തന്നെ അഭിനയിക്കണേ. നീയായിട്ടുള്ള ബന്ധവും കല്യാണവും അല്ല ഇന്നത്തോടെ തീർന്നു. ഇനി മേലെ നിന്റെ ഈ സൈക്കോ ക്യാരക്ടർ കൊണ്ട് എൻ്റെ മോളെ ജീവിതത്തിൽ കിടന്നവനാ നിന്റെ അവസാനമായിരിക്കും. ഇറങ്ങണോട്ട്. പുറമേ ഒരുപാട് സ്നേഹം കാണിക്കുകയും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു മാനിപ്പുലേറ്റീവായ വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ട്. ഇത്തരമൊരു പങ്കാളിയുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിപ്പോകും. ഇത് സ്നേഹമാണോ അല്ല ഒരുതരം ശ്വാസം മുട്ടിക്കലാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. നീ ആ ജോലിക്ക് പോകണ്ട. നിനക്കെന്താണ് നല്ലതെന്ന് നിന്നെക്കാളും നന്നായിട്ട് എനിക്കറിയാം. നിന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ, പുള്ളി അത്ര ശരിയല്ല. അതുകൊണ്ട് ഇനി മേലാൽ അവരോട് മിണ്ടണ്ട. ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും നമുക്ക് വേണ്ടി അവരെടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതം നമ്മുടെ കൈവിട്ടു പോകും. ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് ചിലപ്പം തെറ്റുപറ്റിയെന്ന് വരാം. പക്ഷെ ആ തെറ്റിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ കണ്ണീര് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഒരാളുടെ സ്വഭാവം ശരിയല്ല എന്ന് മനസ്സിലായാൽ നാട്ടുകാരെയും വീട്ടുകാരെയും പേടിച്ച് അതുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കാതെ ഈ ബന്ധം എനിക്ക് വേണ്ട എന്ന് തറപ്പിച്ച് പറയാൻ പഠിക്കുക. ആ ഒരു തീരുമാനമായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ തന്നെ രക്ഷിക്കുന്നത്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന 70% പേര് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ SK Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ ഇതേ നൽകുന്നു. അക്ഷരത്താളുകൾ, അക്ഷരങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.